എല്ലാവർക്കും ആര്യ സീരിയൽ സ്പോട്ട് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ഭൂമിജിയുടെ അച്ഛന്റെ മരണത്തിനു പിന്നിലെ രഹസ്യം കണ്ടെത്താൻ വേണ്ടി അവൾ ദൃഢനിശ്ചയത്തോടെ മുന്നിട്ടിറങ്ങി. ഉള്ളിലെവിടെയോ പ്രതീക്ഷയുടെ കനൽ അവളുടെ മനസ്സിലുണ്ടായിരുന്നു. അച്ഛന്റെ മരണത്തിന് തെളിവായ ആ ഫോണ് അവൾ വീണ്ടും പോയി നോക്കി. പക്ഷെ ഫോൺ ഇതുവരെയായിട്ടും ഓൺ ആകുന്നതേയില്ല. അവൾ ഫോൺ കയ്യിലേക്ക് എടുത്തു നോക്കി. ഡിസ്പ്ലേ ഒന്നും തന്നെ തെളിയുന്നില്ല. ഇവിടെ ഇരിക്കട്ടെ, തൽക്കാലത്തേക്ക് കടയിലേക്ക് പോകും വിചാരിച്ചിട്ട് അവൾ വീണ്ടും പുറത്തേക്ക് നടന്നു. ഭൂമി വരുന്നത് കണ്ട് ലക്ഷ്മി ചേച്ചി വേവലാതിയോടുകൂടി തന്നെ അടുത്തേക്ക് വന്നു. എന്തായി മോളെ, ഫോൺ ഓണായോ? ഇല്ല ലക്ഷ്മി ചേച്ചി, ചാർജ് കയറിക്കൊണ്ടിരിക്കുവാണ്. പക്ഷേ ഇതുവരെ ആയിട്ടും ഇത് ഓണായിട്ടില്ല. ഇത്രയും ദിവസം മണ്ണിൽ കിടന്നതല്ലേ, അതുകൊണ്ടായിരിക്കും. ഇനിയിപ്പോ വെള്ളവും കയറിയിട്ടുണ്ടോ എന്ന് ആർക്കറിയാം. അതുകൊണ്ടായിരിക്കും മോളെ ഫോൺ ഓണാകാത്തത്. നമുക്ക് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം, മിജ നിരാശയോടെ തന്നെ പറഞ്ഞു. ചേച്ചിയുടെ മുഖത്തും ആണെങ്കിൽ നല്ല രീതിയിൽ വിഷമമുണ്ട്. എങ്കിൽ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ എന്ന് പറഞ്ഞിട്ട് ചേച്ചി ചോദിച്ചപ്പോ മിജ തലയാട്ടി. അങ്ങനെ അവര് രണ്ടുപേരും ചേർന്ന് കടയിലേക്ക് പോയി. ഇതിലെത്തിയതും അവിടെ ബാലേട്ടൻ ഇരിപ്പുണ്ടായിരുന്നു. മിജയെ കണ്ടപ്പോൾ ബാലേട്ടൻ എണീറ്റു. മിജയുടെ മുഖത്തെ വിഷമം ബാലേട്ടനെ നല്ല രീതിയിൽ അറിയാമായിരുന്നു. അവളെ ഭൂമി, 1-2 കേസിന്റെ കാര്യമുണ്ടായിരുന്നു. നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ, ബാലേട്ടൻ പറഞ്ഞു. ഭൂമിജ ആ സമയം ദീർഘമായ ഒരു ശ്വാസം എടുത്തു. ഞാൻ നോക്കട്ടെ ബാലേട്ട എന്ന് ബാലേട്ടന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് കടയിലേക്ക് വരണമെന്ന് പറഞ്ഞിറങ്ങിയതല്ല. വീട്ടിലിരുന്നിട്ട് എനിക്കൊരു സമാധാനവുമില്ല. എന്റെ അമ്മ അവിടെ ജയിലിൽ കിടക്കുമ്പോ ഞാൻ എങ്ങനെയാ സമാധാനത്തോടു കൂടി ഇവിടെ ഇരിക്കുന്നത്? എന്റെ അമ്മയെ എങ്ങനെയെങ്കിലും എനിക്ക് പുറത്തിറക്കണം. അതിനുവേണ്ടി എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. അതാ ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത്, മിജ പറഞ്ഞു. പക്ഷേ അവളുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. എനിക്കറിയാം മോളെ, നിന്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കാര്യം ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം. നീ വിഷമിക്കാതെ, നമുക്ക് നിന്റെ അമ്മയെ ഉറപ്പായിട്ടും പുറത്തേക്ക് ഇറക്കാം എന്ന് പറഞ്ഞിട്ട് ബാലേട്ടൻ അവളെ ആശ്വസിപ്പിച്ചു. ബാലേട്ടന്റെ ആ വാക്കുകൾ കേട്ടപ്പോ അവൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നു. സ്റ്റേഷനിലേക്ക് ചെന്നപ്പോ തന്നെ അവിടെ CI അജയ് ഉണ്ടായിരുന്നു. വീട്ടിലിരുന്ന് ഫയൽ നോക്കുവായിരുന്നു. മിച്ച പതിയെ അജയുടെ അരികിലേക്ക് ചെന്നു. സാറേ, എനിക്കൊരു ഉപകാരം ചെയ്യണം, വളരെ ശാന്തമായി പറഞ്ഞു ഭൂമിജ. ഫയൽ നോക്കുന്നത് നിർത്തിയിട്ട് അജയ് അവളുടെ മുഖത്തിലേക്ക് നോക്കി. സാറേ, എന്റെ അച്ഛന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് റിപ്പോർട്ടും എല്ലാം സാറിന്റെ കയ്യിൽ കാണുമല്ലോ, എനിക്കതൊന്ന് വായിക്കാൻ തരുമോ സാറേ? മിച്ച ചോദിച്ചത് കേട്ടപ്പോൾ അജയുടെ മുഖം ഒന്ന് മാറി. ഇതൊന്നും ഇപ്പോ തരാൻ പറ്റത്തില്ല, അജയ് ദേഷ്യത്തോടെ പറഞ്ഞു. ഇതാ സാറേ, അങ്ങനെ പറയുന്നത് എനിക്കൊന്ന് നോക്കാൻ വേണ്ടി തരുമോ? വീണ്ടും കെഞ്ചിക്കൊണ്ട് ചോദിച്ചു. ആ സമയം ദേഷ്യത്തോടെ വീണ്ടും പറഞ്ഞു, തരാൻ പറ്റില്ലെന്നല്ലേ തന്നോട് പറഞ്ഞത്? താനിപ്പോ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അതൊന്നും ഇപ്പോ ആർക്കും ഇട്ടുകൊടുക്കാൻ പറ്റുന്ന കാര്യവുമല്ല. ഞാൻ വെറുതെ ഇവിടെ നിന്ന് സമയം കളയാതെ പോകാനുള്ള വഴി നോക്ക്, ജയ് ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു. ജയുടെ ആ മറുപടി കേട്ടപ്പോൾ ഭൂമിജിയുടെ നെഞ്ചൊന്ന് തകർന്നു പോയി. എന്തു പറയണമെന്നറിയാതെ അവിടെ നിന്നവൾ സങ്കടത്തോടെ തന്നെ പുറത്തേക്കിറങ്ങി. ഈ സമയം തന്നെ അവിടെ ഇരുന്ന വനിതാ കോൺസ്റ്റബിൾ ത്തോടെ തന്നെ നമ്മുടെ ഭൂമിജയെ നോക്കുന്നുണ്ടായിരുന്നു. അവർ തമ്മിൽ വല്ലാത്ത സൗഹൃദമുണ്ടായിരുന്നു. ഭൂമിജയുടെ ആ അവസ്ഥയിൽ അവർക്കും സഹതാപം തോന്നി. അതിനുശേഷം അജയ് പുറത്തേക്ക് പോകുന്ന അജയെ കണ്ടിട്ട് ഭൂമിജ പെട്ടെന്ന് തന്നെ വനിതാ കോൺസ്റ്റബിളിന്റെ അരികെ വീണ്ടും ചെന്നു. ചേച്ചി, എനിക്കൊരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാണിച്ചു തരാൻ പറ്റുമോ ചേച്ചിക്ക്? ഇത് കേട്ടപ്പോൾ ആ വനിതാ കോൺസ്റ്റബിൾ ഒന്ന് പരിഭ്രമിച്ചു. നീ എന്താ പറയുന്നത്? സാർ കർക്കശമായിട്ട് തന്നെ പറഞ്ഞ കാര്യമാ ഈ റിപ്പോർട്ട് ആരെയും കാണിക്കരുതെന്ന്. നീ ഇപ്പോ ഞാൻ ആ റിപ്പോർട്ട് നിനക്ക് കാണിച്ചു തന്ന കാര്യം ആരെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് ശേഷം എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല മോളെ, എന്റെ ജോലി അങ്ങ് തെറിച്ചു പോകും. പേടിയോടെ ഭയത്തോടെ തന്നെ ആ കോൺസ്റ്റബിൾ നമ്മുടെ ഭൂമിജയോട് പറഞ്ഞു. അങ്ങനെയൊന്നും ഉണ്ടാകില്ല ചേച്ചി, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് റിപ്പോർട്ടും എനിക്കൊന്ന് കാണണം. കാരണം എന്റെ അച്ഛൻ അങ്ങനെ മദ്യപിക്കുന്ന ഒരാളല്ല. എനിക്ക് എന്റെ അച്ഛനെ നന്നായിട്ട് തന്നെ അറിയാം. പിന്നെ എങ്ങനെ എന്റെ അച്ഛന്റെ ശരീരത്തിൽ നിന്ന് മദ്യത്തിന്റെ അളവ് കണ്ടെത്തി? എനിക്കറിയണം. ആരോ മനഃപൂർവ്വം കളിച്ച കളിയാണ് ചേച്ചി, എനിക്കത് കൃത്യമായിട്ട് തന്നെ അറിയണം. അതുകൊണ്ട് പ്ലീസ് ചേച്ചി എന്നെ ഒന്ന് സഹായിക്കണം എന്ന് ഭൂമിജ നിറ കണ്ണുകളോടെ തന്നെ കോൺസ്റ്റബിളിനോട് ചോദിച്ചു. വിജയുടെ ആ വിഷമം കണ്ടിട്ട് കോൺസ്റ്റബിളിന്റെ മനസ്സലിഞ്ഞു. അയ്യോ, CI സാർ എങ്ങാനും പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ എന്റെ കാര്യം കട്ടപ്പുകയാകും. അങ്ങനെ പറഞ്ഞിട്ട് അവർ വേഗം തന്നെ ആ ഫയൽ എടുത്ത് ഭൂമിജയുടെ കയ്യിലേക്ക് കൊടുത്തു. ഈ സമയം ഭൂമിജ ഒട്ടും തന്നെ സമയം പാഴാക്കാതെ ആ റിപ്പോർട്ടിന്റെ ഓരോ ഭാഗവും റിപ്പോർട്ടിന്റെ ഓരോ പേജും ഫോണിലേക്ക് പകർത്താൻ തുടങ്ങി. കാര്യം അവൾ വളരെ വേഗത്തിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അവൾ വിചാരിച്ചതുപോലെയൊന്നുമല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇന്ന് തന്നെ അജയ് സ്റ്റേഷനിലേക്ക് തിരികെ കയറി. തിരികെ എത്തിയ അജയ് കാണുന്നത് നമ്മുടെ ഭൂമിജ ആ റിപ്പോർട്ടുകളെല്ലാം ഫോട്ടോ എടുക്കുന്ന ആ ഒരു ദൃശ്യമാണ്. ഇവിടെ നിൽക്കുന്ന കോൺസ്റ്റബിളിനെയും അജയ് കണ്ടു.
ഈ കാഴ്ച അജയ്ക്കൊട്ടും തന്നെ സഹിച്ചില്ല. അവളോടൊക്കെ ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ, ഈ ഫയലുകൾ ഒന്നും തന്നെ എടുത്തു കൊടുക്കരുതെന്ന് പറഞ്ഞത് നിങ്ങളുടെ തലയിൽ കയറിയില്ലേ? എന്നെ ചൂടായി ചോദിക്കുവാണ് കോൺസ്റ്റബിളിനോട് അജയ്. എന്നെ ചോദിക്കുന്നത് കണ്ടപ്പോൾ ഭൂമിജ അജയ്ക്ക് നേരെ തിരിഞ്ഞു. സാർ, അവരോടൊന്നും ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. തെറ്റ് ചെയ്തത് ഞാനാണ്. നിർബന്ധിച്ച് ചോദിച്ചിട്ടാണ് അവരെനിക്ക് ആ ഫയൽ എടുത്ത് തന്നത് എന്ന് ഭൂമിജ പറഞ്ഞു. ഓ, നീ ചോദിച്ചപ്പോൾ അയാൾ അങ്ങ് എടുത്തു തന്നു അല്ലേ? പിന്നെ സാറേ, എനിക്ക് കുറച്ച് ആവശ്യമുണ്ട് എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ഭൂമിജ മറുപടി നൽകി. ഈ സമയം അജയ് ചോദിക്കുവാണ്, എന്താ നിന്റെ ആവശ്യം? ഈ സമയം തന്നെ ഭൂമിജയുടെ ഉള്ളിലെ സങ്കടവും ക്ഷുവും എല്ലാം ഒരുമിച്ചങ്ങ് പുറത്തേക്ക് വന്നു. സാറിന് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. സാറിന്റെ അച്ഛൻ മാധവ മേനോനുണ്ടല്ലോ, സാറിന്റെ അച്ഛൻ നാളെ ഇതുപോലെ കൊല ചെയ്യപ്പെടുകയാണെങ്കിലും സ്ഥാനത്ത് സാറിന്റെ അമ്മയും വന്നു നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായാൽ, അങ്ങനെ ഉണ്ടായാലേ എന്റെ മാനസികാവസ്ഥ സാറിന് മനസ്സിലാകൂ. പോലൊരു അവസ്ഥയിലൂടെയാണ് ഞാനിപ്പോ കടന്നു പോകുന്നത്. എനിക്ക് എന്റെ അച്ഛനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. എന്റെ അമ്മയെങ്കിലും എനിക്ക് തിരികെ പിടിക്കണം. ഇതിനു വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് സാർ ഞാൻ. ഇതിനു വേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ്. എന്റെ പേരിൽ എവിടേക്ക് പോകേണ്ടി വന്നാലും ഞാൻ പോവുക തന്നെ ചെയ്യും സാർ. എന്റെ അമ്മ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ അറ്റം വരെ ഞാൻ പോകും സാർ എന്നൊരു ഉറച്ച സൗണ്ടോട് കൂടി തന്നെ ഭൂമിജ അജയോട് സംസാരിക്കുവാണ്. കേട്ടപ്പോൾ അജയുടെ ദേഷ്യം അങ്ങ് പതിയെ തണുത്തു. അജയുടെ കണ്ണിലെ തീഷ്ണതയും മനസ്സും കണ്ടപ്പോൾ അജയ് ഒന്ന് ശാന്തനായി. എന്നിട്ട് ഭൂമിയുടെ മുഖത്ത് നോക്കിയിട്ട് അജയ് പറഞ്ഞു, ഭൂമി, നീ എന്റെ ക്യാബിനിലേക്കൊന്ന് വാ. ഭൂമിജ പുറകെ തന്നെ അജയുടെ ക്യാബിനിലേക്ക് പോയി. പറയുവാണ്, ഭൂമിക്ക് അറിയാമല്ലോ കുറച്ച് റൂൾസും റെഗുലേഷൻസും ഉണ്ടെന്ന്. അതുകൊണ്ടാ ഞാൻ ആ ഫയൽ തനിക്ക് തരില്ലെന്ന് പറഞ്ഞത്. ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയ കാര്യവുമാണ്. എന്റെ അമ്മ ഒരു തെറ്റും ചെയ്തില്ല. ആ കാര്യം വീണ്ടും ആവർത്തിച്ചു. അല്ലായിരിക്കാം ഭൂമി, പക്ഷേ സാഹചര്യങ്ങൾ അമ്മയ്ക്ക് എതിരാണ്. ഇപ്പൊ ഭൂമിജിയുടെ അമ്മ തെറ്റൊന്നും ചെയ്തില്ല എന്ന് നമുക്ക് തീരുമാനിക്കണമെങ്കിൽ ഇതിനു തക്കതായ തെളിവുകളും കാര്യങ്ങളും കിട്ടണ്ടേ എന്ന് അജയ് പറഞ്ഞു. ഇതിനിടയിൽ വെച്ച് അജയ് ഭൂമിജിയോട് ചോദിച്ചു, അച്ഛന്റെയോ അമ്മയുടെയോ ഏതെങ്കിലും ഒരു ഫോണ് കയ്യിലുണ്ടോ? അച്ഛന്റെ ഫോണിനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? ഒരു കൊലപാതകമാണെങ്കിൽ തന്നെ അച്ഛന്റെ ഫോണിലേക്ക് ആരെങ്കിലും വിളിച്ചിട്ടും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ആ ഫോൺ കിട്ടിയാൽ അതിലൊരു തെളിവ് തന്നെ ഉണ്ടാകും. ഫോണിന്റെ കാര്യം അജയ് പറഞ്ഞപ്പോഴാണ് വീട്ടിലിരിക്കുന്ന ആ ഫോണിനെ കുറിച്ച് ഭൂമിജ ആലോചിച്ചത്. സാർ, ആ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുവാണ്. പക്ഷെ ഇതുവരെയായിട്ടും അത് ഓണായിട്ടില്ല. വീണ്ടും പറയുവാണ്, എന്തെങ്കിലും തരത്തിലുള്ള ഒരു തെളിവ് കിട്ടിയിരുന്നെങ്കിൽ തന്റെ അമ്മയെ ഞാൻ രക്ഷിക്കുമായിരുന്നു. എന്നാലും താൻ ഒരു കാര്യം ചെയ്യും, താൻ ഒരു പരാതി കൃത്യമായി തന്നെ എഴുതി ഇങ്ങോട്ടേക്ക് വന്നോളൂ. എന്നെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് അജയ് ഉറപ്പ് നൽകി. ഇങ്ങനെ പറഞ്ഞിട്ട് അജയ് ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഈ സമയം തന്നെ ഭൂമിജയ്ക്ക് വല്ലാത്ത വിഷമം തോന്നുവാണ്. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ ഭൂമിജ ആദ്യം പോയത് തന്റെ അമ്മയെ കാണാനാണ്. ഉള്ളിൽ കിടക്കുന്ന അമ്മയെ കണ്ട ഭൂമിജയുടെ നെഞ്ചാകെ തകർന്നു പോയി. തന്റെ സങ്കടം ഒട്ടും തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഭൂമിജയ്ക്ക്. അമ്മയുടെ രണ്ടു കൈകളും കൂട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു ഭൂമിജ. ഉള്ളിലെ സങ്കടങ്ങളെല്ലാം കണ്ണുനീരായി പുറത്തേക്ക് ഒഴുകുകയായിരുന്നു. എങ്ങനെയെങ്കിലും അമ്മയെ ഈ നരകത്തിൽ നിന്നും രക്ഷിക്കണമെന്ന് മാത്രമേ അവളുടെ മനസ്സിലുള്ളൂ. അമ്മയൊട്ടും തന്നെ വിഷമിക്കണ്ട കേട്ടോ, അമ്മ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഇറക്കും എന്ന് അംബികയ്ക്ക് വാക്കു നൽകുകയാണ്. അംബിക ആ സമയം പറയുവാണ്, മോളെ, എനിക്ക് എന്നെ കുറിച്ച് ഓർത്തിട്ട് ഒരു വിഷമവുമില്ല. പക്ഷേ നിന്റെ അച്ഛനില്ലാത്ത ആ വീട്ടിലേക്ക് ഇനി തിരിച്ചു വരണമല്ലോ എന്നോർക്കുമ്പോ എന്റെ മനസ്സ് തകരുകയാണ്. മോളെ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മോളെ എന്ന് അംബിക പറയുന്നുണ്ടായിരുന്നു. പക്ഷിയുടെ അവസ്ഥ വളരെയധികം ദയനീയമാണ്. സമയത്തും വിജയുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും അമ്മയെ പുറത്തിറക്കാനുള്ള വഴികൾ കണ്ടെത്തണം. എന്റെ അമ്മയെ ഏത് വിധേയരാതിയാണെന്നുള്ള കാര്യം തെളിയിക്കണം. ഇതിന് തക്കതായ തെളിവുകൾ കിട്ടിയാൽ മാത്രമേ അമ്മയെ പുറത്തിറക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോ നിലവിലുള്ള എല്ലാ തെളിവുകളും അമ്മയ്ക്ക് എതിരാണ്. ആ ഒരു ചിന്ത വന്നപ്പോൾ വിജയുടെ മനസ്സിൽ വല്ലാത്ത പേടിയും ആശങ്കയും ഉണ്ടായി. അവൾ പതുക്കെ അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി. അങ്ങനെ പുറത്തേക്കിറങ്ങിയ ഭൂമിജയുടെ അടുത്തേക്ക് ചോദിച്ചു, എന്തായി ഭൂമി കാര്യങ്ങൾ? പോയ കാര്യം പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടിട്ടില്ല. ഇനി എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട്. എന്നാൽ മാത്രമേ സത്യങ്ങളൊക്കെ വിളിച്ചെത്തു കൊണ്ടുവരാൻ കഴിയൂ. അതേ ഭൂമി, നിനക്കറിയാമല്ലോ, എന്റെ അമ്മ ഒരു കാരണവശാലും ജയിലിലേക്ക് പോകാൻ പാടില്ല. ചേച്ചി ഓർമ്മിപ്പിച്ചു. എനിക്കറിയാം ചേച്ചി, പക്ഷേ എനിക്കിപ്പോ എന്താ ചെയ്യാൻ കഴിയുക? ഞാൻ എന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അച്ഛന്റെ ഫോണെങ്കിലും ഒന്ന് ഓണായി കിട്ടിയിരുന്നെങ്കിൽ ഇതിനകത്തെ വിവരങ്ങളെല്ലാം നോക്കാമായിരുന്നു. പക്ഷെ അത് ഓണാകാത്തത് കൊണ്ട് എനിക്ക് വല്ലാത്ത ഭയമുണ്ട് എന്ന് ഭൂമിജ തന്റെ ആശങ്ക പങ്കുവെച്ചു. അതേസമയം തന്നെ അജയ് തന്റെ ജീപ്പിലിരുന്ന് ഭൂമിജയെ കുറിച്ച് തന്നെ ആലോചിക്കുമായിരുന്നു. ഒരു കാരണവശാലും ഈ കേസിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇവിടെ വെച്ച് നിർത്താനേ പാടില്ല. അവൾ ഏതറ്റം വരെയും പോകുമെന്ന് എനിക്കറിയാം. ഈ അമ്മ
അംബികയെ രക്ഷിക്കണമെന്നും പറഞ്ഞാണ് അവൾ നിൽക്കുന്നത്. അവൾക്ക് അച്ഛനും അമ്മയും മാത്രമല്ലേ ഉണ്ടായിരുന്നത്. അച്ഛൻ പോയി, ഇനി ആകെ അമ്മ മാത്രമല്ലേ ഉള്ളൂ. വിഷമം അജയുടെ മനസ്സിൽ ഒന്ന് പതിഞ്ഞു. ഈ സമയം തന്നെ അജയുടെ വീട്ടിൽ മറ്റൊരു അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നേ. ഭവാനിയുടെ അടുത്തേക്ക് സൗഭാഗ്യ മുത്തശ്ശി പതിയെ നടന്നു. മോളെ ഭവാനി, അധിക ദിവസമൊന്നുമില്ലല്ലോ അജയുടെയും അഞ്ജലിയുടെയും വിവാഹത്തിന്. കൊണ്ടിരുന്ന വിവാഹത്തിന്റെ ബാക്കി കാര്യങ്ങൾ ഉടനെ തന്നെ ചെയ്തു തീർക്കണം. സമയം ഭവാനി പറയുവാണ്, അത് അമ്മേ, ഇനി കുറച്ച് വസ്ത്രങ്ങളൊക്കെ എടുക്കാനുണ്ട്, ഇനി കുറെ കാര്യങ്ങളുണ്ടെന്ന് ഭവാനി മറുപടി പറയുവാണ്. എന്നാൽ മോളെ, അതിനെക്കുറിച്ചൊന്നും മോള് വിഷമിക്കാൻ, അഞ്ജനയ്ക്ക് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു നൽകണമെന്ന് മുത്തശ്ശി പ്രത്യേകം പറഞ്ഞു. അത് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് അമ്മേ. ഭവാനി പറയുവാണ്, അമ്മേ, അവൾക്ക് അതിലൊന്നും അത്ര താല്പര്യമൊന്നും ഇല്ല അമ്മേ. ഈ സമയം ഭവാനി പറഞ്ഞപ്പോ സൗഭാഗ്യ മുത്തശ്ശി പറയുവാണ്, ഇപ്പോൾ ഇങ്ങനെയുള്ള പെൺകുട്ടികളും ഉണ്ടല്ലോ. ചില പെൺകുട്ടികൾക്ക് സ്വർണത്തിനും പണത്തിനും ഒക്കെ വലിയ ആർത്തിയാ. മുത്തശ്ശി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കേട്ട് ഭവാനി പറഞ്ഞു, എന്റെ മോൾക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹവും ഇല്ല അമ്മേ. ഭവാനി ആ സമയം അഭിമാനത്തോടു കൂടി തന്നെ പറയുവാണ്. അങ്ങനെ സംസാരിച്ചു നിൽക്കുന്നതിനിടയിലേക്ക് ജയ് വീട്ടിലേക്ക് കയറി വരുന്നത് കണ്ട് സൗഭാഗ്യ മുത്തശ്ശി അവന്റെ അരികിലേക്ക് എത്തി. എന്താടാ മോനെ അജയ്, ആ കൊച്ചിന്റെ കേസ് എന്തായി? അവളുടെ അമ്മയെ വെറുതെ വിട്ടോ എന്ന് മുത്തശ്ശി ചോദിക്കുവാണ്. ഇല്ല മുത്തശ്ശി, കോടതി അങ്ങനെ പെട്ടെന്നൊന്നും വിടത്തില്ല. കേസ് വീണ്ടും വിളിക്കും. അവർ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ മാത്രമേ കോടതിക്ക് അവരെ വെറുതെ വിടാൻ കഴിയൂ. അതിന് കുറേയധികം നിയമപരമായ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ജയ് മുത്തശ്ശിയോട് പറഞ്ഞു. എന്നാലും ആ കുട്ടിക്ക് ഇങ്ങനൊരു വിധി വന്നല്ലോ എന്ന് സൗഭാഗ്യ മുത്തശ്ശി വിഷമത്തോടുകൂടി തന്നെ പറയുവാണ്. എന്തു പാവമാണ് ആ കുട്ടി ചെയ്തത് എന്ന് മുത്തശ്ശി സങ്കടത്തോടു കൂടി തന്നെ പറയുവാണ്. മുത്തശ്ശിയുടെ ആ വാക്കു കേട്ടപ്പോൾ അജയുടെ മനസ്സിൽ വല്ലാത്തൊരു വീർപ്പുമുട്ടലാണ്. വീട്ടിലേക്ക് മടങ്ങിയെത്തിയ ഭൂമിജ നേരെ അച്ഛന്റെ മൊബൈൽ ഫോൺ ഇരിക്കുന്ന ആ ഒരു മുറിയിലേക്കാണ്. അവൾ വേഗം തന്നെ ഫോൺ എടുത്ത് ഓൺ ചെയ്യാൻ തുടങ്ങി. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും ആ ഫോൺ ഓൺ ആകുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ നിരാശയോടെ തന്നെ അവിടെ നിന്നു. ഈ സമയം തന്നെ ഭൂമിജ ആലോചിക്കുവാണ്, അച്ഛനത്തെ മരിക്കുമെന്ന് കരുതിയിട്ട് അച്ഛൻ എന്തെങ്കിലും ഡയറിയോ പേപ്പറിൽ എന്തെങ്കിലും എഴുതി വെച്ച് കാണോ എന്നൊക്കെ ഭൂമിജ ആലോചിക്കുവാണ്. അവൾ അത് ആലോചിച്ചിട്ട് ഒട്ടും തന്നെ സമയം കളയാതെ മുറികളിലെല്ലാം മരകളും എല്ലാം പരിശോധിക്കാൻ തുടങ്ങി. അങ്ങനെ അവൾ ആ പഴയ പെട്ടികൾ ഓരോന്നായി പരിശോധിക്കാൻ തുടങ്ങി. അച്ഛന്റെ പഴയ ഡയറികളും പേപ്പറും എല്ലാം അവൾ പുറത്തേക്ക് വാരിയിട്ടു. ഭൂമിജ ആ സമയം ആ വലിയ രഹസ്യം ചുരുളഴിയാൻ പോകുന്നതിനെ തൊട്ടടുത്ത സമയത്തായി കഴിഞ്ഞിരിക്കുവാണ്. അവൾക്ക് അച്ഛന്റെ ആ ഷെൽഫിൽ നിന്ന് ഒരു ലെറ്റർ കിട്ടുവാണ്. ലെറ്റർ കിട്ടിയതോടെ തന്നെ ഭൂമിജ ഒട്ടും വിശ്വസിക്കാനാകാതെ നിൽക്കുവാണ്. ഇവയൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.